നമസ്കാരം. പയ്യന്നൂരിൽ ബൂത്ത് ലെവൽ ഓഫീസർ അനീഷ് ജോർജ് ജീവനൊടുക്കിയ സംഭവം അതീവ ഗുരുതരമാണ്. അമിത ജോലിഭാരത്തിനപ്പുറം CPMന്റെ ഭീഷണിയാണ് അനീഷ് ജോർജിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ഉയരുന്ന ആക്ഷേപം. കോൺഗ്രസ് BLAയോടൊപ്പം ചേർന്ന് ലഘുലേഖ വിതരണം ചെയ്തെന്ന കള്ളപ്പരാതി അനീഷിനെതിരെ നൽകുമെന്ന് CPM ഭീഷണിപ്പെടുത്തി. ഇക്കാര്യം ആത്മഹത്യ ചെയ്ത അനീഷിന്റെ ഫോൺ സംഭാഷണത്തിലും വ്യക്തമാണ്. അതുകൊണ്ട് ആരാ എതിർപ്പാക്കുന്നത്? എതിർപ്പാക്കുന്നുണ്ട്, ഭയങ്കര പ്രശ്നമുണ്ട്. അവര് തടയുന്നെല്ലാം പറയുന്നുണ്ട്. ആരോട് ആരോട് പറയുന്നത്? പിന്നെ പറയാ. അതെ, അല്ല അത് ശരിയല്ലല്ലോ. ഞാൻ BLA, നിങ്ങൾ BLO അല്ലേ? അപ്പൊ പിന്നെ നിങ്ങൾക്ക് പോകുമ്പോ എന്നെ വിളിക്കട്ടെ, നിങ്ങൾ ഇടമല്ലേ? അതാ നീ അത് ഇതാക്കണ്ട, ഇത് നമ്മളൊന്നും നടക്കണ്ടേ. അല്ല അത് ശരിയല്ലല്ലോ. അവര് എന്തെല്ലോ പറയുന്നുണ്ട്. എന്നാന്ന് പ്രശ്നം എന്നാന്ന് പറഞ്ഞാലേ പിന്നെ പറയാ. കഴിയട്ടെ, നേരിട്ട് പറയാം. അപ്പൊ നിങ്ങൾ പോകുന്നില്ലെന്ന് നടക്കുന്ന തീരെ താല്പര്യമില്ലേ? രണ്ടാമത് നിങ്ങൾ ആയതുകൊണ്ടാണ് ഞാൻ വന്നത്, അല്ലെങ്കിൽ ഞാൻ വരികയും ചെയ്യില്ല. എനിക്കറിയാം. പിന്നെ നമ്മ എന്ത് വേണ്ട, ഞാൻ പിന്നെ നിങ്ങൾ ആയതുകൊണ്ട് വന്നില്ല, ഞാൻ വരില്ല. പിന്നെ അതെ, അല്ല അവര് നമ്മ ലഘുലേഖയുടെ കുറിച്ച് നമ്മ രാഷ്ട്രീയം പറഞ്ഞു എവിടെയെങ്കിലും. ഒന്നാമത് നിങ്ങൾ ഇവിടെ തായിലവർക്കൊന്നും അറിയില്ല. അതിന് കോൺഗ്രസ് ആണോ CPM ആണോ? കോൺഗ്രസ് BLA ആയ വൈശാഖിനോട് BLA ആയ അനീഷ് ജോർജ് CPM ഭീഷണിയെക്കുറിച്ച് പറയുന്ന ഓഡിയോ ആണ് നമ്മളിപ്പം മുമ്പ് കേട്ടത്. ഈ ഓഡിയോ സന്ദേശത്തിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? BLAയുടെ മരണത്തിന് പിന്നിൽ CPM അല്ലേ? ഗൗരവതരവും എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നതുമായ അന്വേഷണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതല്ലേ? CPM ശക്തി കേന്ദ്രങ്ങളിൽ BLOമാരെ സ്വാധീനിച്ച് കള്ളവോട്ട് ചെയ്യാനുള്ള ശ്രമം പരാജയപ്പെട്ടതോ ഭീഷണിക്ക് കാരണം? BJPയും CPMും SIR ദുരുപയോഗം ചെയ്യാനും ശ്രമിക്കുന്നുണ്ടോ? ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശബ്ദത്തിൽ അവതരിപ്പിക്കുന്നത്. പ്രേക്ഷകർക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ള അവസരം ജയ്ഹിന്ദ് TV ഒരുക്കുന്നു. 0471-230-1770 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. ഇപ്പോൾ പ്രേക്ഷകൻ ചേരുന്നു. പന്തളത്ത് നിന്ന് സുരേഷ് എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. സുരേഷ്, സ്വാഗതം. നിങ്ങളുടെ ശബ്ദത്തിലൂടെ ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന വിഷയം, ഇന്ന് നിങ്ങൾക്ക് പറയാൻ നൽകുന്നൊരു വിഷയം ഈ പയ്യന്നൂരിലെ ബൂത്ത് ലെവൽ ഓഫീസർ അനീഷ് ജോർജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇവിടെ ഇപ്പോൾ ഈ അനീഷ് ജോർജ് മാനസിക സമ്മർദ്ദത്തിന് അവിടെ ഭീഷണിക്കൊക്കെ വിധേയമായിരുന്നു എന്ന് അല്പം മുമ്പ് കേട്ട ഓഡിയോ സന്ദേശത്തിൽ കൂടിയുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്, പ്രതികരിക്കുന്നത്? തീർച്ചയായും പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇവിടെയൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ വിവാഹം കഴിഞ്ഞവർക്ക് വോട്ട് അവരുടെ ഭർത്താവിന്റെ സ്ഥലത്തുണ്ട്, അവരുടെ നാട്ടിലുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒരു കൃത്യമായ രീതിയിൽ ഒരു പരിഹാരം ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ ഈ പലപ്പോഴും ഈ പറഞ്ഞ പോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ വലിയ വിഷയങ്ങളാണ്. കാരണം നിയമസഭയ്ക്ക് വോട്ട് ചെയ്തവർക്ക് ചിലപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് കാണത്തില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട്. അത് ഏത് തരത്തിൽ പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനം. പലപ്പോഴും നമ്മൾ ഈ നാട്ടിൽ ഈ തെക്കൻ പ്രദേശങ്ങളിൽ വലിയ വിഷയമില്ല. ഈ പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ ഈ വയനാട്, കണ്ണൂരൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ കള്ളവോട്ടൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥർക്ക് ഈ സമ്മർദ്ദം വരുന്നത്. അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സുരേഷ്, ഇവിടെ ഇപ്പോൾ ഈ കാര്യത്തിൽ ഇവിടെ ഒരു ഭീഷണിയൊക്കെ ഉണ്ട്. ആ ഭീഷണിയൊക്കെ പ്രശ്നമായി എന്ന് തോന്നുന്നില്ലേ? CPMന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു ഭീഷണിയാണ് എന്നുള്ളൊരു വ്യാപകമായ ആക്ഷേപം ഉയരുന്നു. എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും ഇപ്പൊ ഭരിക്കുന്ന അവരാണല്ലോ, സ്വാഭാവികമായിട്ട് ഉദ്യോഗസ്ഥരെ കൊണ്ടാണല്ലോ അവരെല്ലാം ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം ചെയ്യുന്നത്. അപ്പൊ അതിനൊരു പരിഹാരം വരണം. പലപ്പോഴും ഈ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി അദ്ദേഹമൊക്കെ വോട്ട് ജോലിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പറഞ്ഞു. ഇവിടുത്തെ അതിനുള്ള പ്രതികരണമൊന്നും വരുന്നില്ലല്ലോ. ഇവിടെയും CPM ഇത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കള്ളവോട്ട് ചെയ്തൊക്കെയാണ് പല സ്ഥലങ്ങളിലും വിജയിക്കുന്നതൊക്കെ. അപ്പൊ അത്
ഈ നന്ദി പറഞ്ഞ പോലെ സുരേഷ്. അതിനൊരു പന്തളത്ത് നിന്ന് സുരേഷ് എന്ന പ്രേക്ഷകനാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ളൊരു വേദിയാണ് ജിഹിൻ ടി വി ഒരുക്കുന്നത്. നിങ്ങളുടെ ശബ്ദം എന്ന ഈ പരിപാടിയിലൂടെ പ്രത്യേകിച്ച് നമ്മൾ ചോദിക്കുന്ന ചോദ്യം BLOയുടെ ആത്മഹത്യ, ഈ ആത്മഹത്യക്ക് പിന്നിൽ ഉത്തരവാദി CPMO എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങൾ ഉയരുന്നൊരു സാഹചര്യമുണ്ട്. പയ്യന്നൂരിലെ ബൂത്ത് ലെവൽ ഓഫീസറാണ് അനീഷ് ജോർജാണ് ആത്മഹത്യ ചെയ്തത്. ആ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറ്റൊരു പ്രേക്ഷകൻ ചന്ദ്രൻ നായർ പേയാട് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് പേയാട് എന്ന സ്ഥലത്ത് നിന്നാണ് ചന്ദ്രൻ നായർ വിളിക്കുന്നത്. ശ്രീ ചന്ദ്രൻ നായർ, സ്വാഗതം. ഇവിടെ ഇപ്പോൾ ഈ പയ്യന്നൂരിലെ ബൂത്ത് ലെവൽ ഓഫീസർ അനീഷ് ജോർജ്, അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ, അത് വളരെ ദുഃഖമുണ്ടാക്കുന്ന വിഷയം തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തെ ഈ ആത്മഹത്യയിലേക്ക് നയിച്ച വിഷയം എന്താണ് എന്നാണ് താങ്കൾ കരുതുന്നത്? ഇക്കാര്യത്തിൽ CPMന്റെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു സമ്മർദ്ദം മരണത്തിന് കാരണമായി എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കാരണം എന്താണെന്ന് വെച്ചാൽ BLOമാര് അംഗൻവാടി ടീച്ചർമാരും സാധാരണഗതിയിൽ കേന്ദ്ര സ്റ്റേറ്റ് ഗവൺമെന്റ് പെൻഷൻ പറ്റിയ ആൾക്കാരുമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് പൂർണ്ണമായിട്ടും സർവീസിലിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഭാവിച്ചു കൊടുത്തു. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സാധാ ഓഫീസിലെ ജോലിയും ഇതും തമ്മിൽ കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ എങ്കിൽ തന്നെയും മുൻപെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷക്കാലത്തേക്ക് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത് 6000 രൂപ. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 12000 രൂപ ആക്കിയെങ്കിൽ തന്നെയും അവർക്ക് മതിയായ സമയം കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല ഗവൺമെന്റ് ജോലിക്കാരും നിലവിലുണ്ട്. ഏതായാലും ശരി, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇലക്ഷൻ കമ്മീഷൻ ഒരു അല്പസമയം നീട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സാർ പല പ്രശ്നങ്ങളും ഇപ്പൊ ഉണ്ടായതും ആത്മഹത്യ ചെയ്തതും. ഇനിയും ചിലപ്പോൾ എന്ന് വെച്ചാൽ ഈ ജോലി സമ്മർദ്ദം, അവർക്ക് നിലവിലുള്ള ജോലി കൂടാതെ ഒരു അഡീഷണൽ ജോലി അതിന് സമയവും കൂടുതൽ അനുവദിച്ചിട്ടില്ല. ഇപ്പൊ തന്നെ ഞങ്ങളുടെ പ്രദേശത്തുള്ള ഒരു BLA ഞങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഇത് അനുഭവമുള്ള എന്നുള്ള രീതിയിൽ ഞാനും BLA ആയിരുന്നല്ലോ. ഇതാണ് സാർ അവസ്ഥ. ശരി, നന്ദി ശ്രീ ചന്ദ്രൻ നായർ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. പേയാട് നിന്നുള്ള ചന്ദ്രൻ നായർ എന്ന പ്രേക്ഷകരാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. BLOമാർക്ക് സമ്മർദ്ദമോ? അദ്ദേഹം പറഞ്ഞതുപോലെ സമ്മർദ്ദമുണ്ട്. പക്ഷേ ആ സമ്മർദ്ദത്തെ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം വളരെ സജീവമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഫോൺ സംഭാഷണം തന്നെ നമുക്ക് കഴിഞ്ഞ നിമിഷത്തിൽ നമ്മൾ കേട്ടതാണ്. കൃത്യമായി ആ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഷ്ട്രീയപരമായ സമ്മർദ്ദങ്ങൾ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ CPM ഭീഷണിയും ജോലി സമ്മർദ്ദവുമാണ് മരണകാരണമെന്ന് തന്നെയാണ് ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഇപ്പോൾ ഈ അനീഷിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം വേണ്ടതല്ലേ എന്നുള്ള ചോദ്യവും ഉയർത്തുന്നുണ്ട്. പ്രേക്ഷകർ ആ വിഷയത്തിൽ പ്രതികരണങ്ങൾ അറിയിക്കും. കോഴിക്കോട് നിന്ന് രാജേഷ് എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. രാജേഷ്, ഇവിടെ ഇപ്പോൾ അനീഷ് ജോർജിൻ്റെ ആത്മഹത്യ, അത് ആ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപങ്ങൾ ഉയരുകയാണ്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ CPMന്റെ ഇടപെടൽ അത് ഈ ഒരു മരണത്തിലേക്ക് നയിച്ചു എന്നുള്ളൊരു ആക്ഷേപം ഗൗരവമായി ഉയരുന്നുണ്ട്. കാര്യത്തിൽ കൃത്യമായൊരു അന്വേഷണം വേണ്ടതല്ലേ? എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത് ശ്രീ രാജേഷ്? തീർച്ചയായും BLOയുടെ മരണവുമായി ബന്ധപ്പെട്ട് CPMനെതിരെ വലിയ ആക്ഷേപം ഉയർന്ന പശ്ചാത്തലത്തിലും ഇത് സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്താൻ CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പോലും തയ്യാറാകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഒരു BLO ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഒരു കൃത്യമായ അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറാകുന്നില്ല? അല്ലെങ്കിൽ പ്രതിപക്ഷമായ അല്ലെങ്കിൽ കോൺഗ്രസിനെ ആരോപണത്തിന്റെ സംശയ നിഴലിൽ നിർത്താനാണ് ഇപ്പോൾ CPM ശ്രമിക്കുന്നത്. തീർച്ചയായും ഇത്തരത്തിൽ പല പ്രദേശങ്ങളിലും CPMന്റെ പാർട്ടി ഗ്രാമങ്ങളിലടക്കം പല BLOമാർക്കെതിരെയും ഇത്തരത്തിൽ ഭീഷണി ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു പരസ്യമായ രഹസ്യമാണ്. BLOമാർക്ക് സ്വതന്ത്രമായി ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം CPMന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ അടക്കമുണ്ടാകുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇവർക്ക് ജോലി സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാരും പോലീസും തയ്യാറാകണം. ഇല്ലെങ്കിൽ ഇനിയും ഇത്തരം ആത്മഹത്യ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശരി, നന്ദി രാജേഷ്. കോഴിക്കോട് നിന്നാണ് രാജേഷ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. തീർച്ചയായും രാജേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ വേണം, അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടും. കാരണം ഒരിക്കലും ഒരു സമ്മർദ്ദം ആരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. അത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു നിരീക്ഷണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ആത്മഹത്യ, അതിന് പിന്നിൽ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് CPMന് എത്രത്തോളം ഒഴിഞ്ഞു പോകാൻ കഴിയും, എത്ര ന്യായീകരണം നടത്തിയാലും ഒഴിഞ്ഞു പോകാൻ കഴിയും അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറാൻ കഴിയും എന്നുള്ളൊരു ചോദ്യം ഗൗരവമായി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇവിടെ ഇപ്പോൾ എടുത്തു പറയേണ്ടത് ഇക്കാര്യത്തിൽ
ഗൗരവമായ ഒരു അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകുമോ മുതിരുമോ എന്നുള്ളതൊക്കെ തന്നെയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ എത്രത്തോളം സർക്കാർ ആ അന്വേഷണത്തിന് മുതിരുന്നു അല്ലെങ്കിൽ ഇനിയും ശ്രമിക്കും എന്നുള്ള ചോദ്യങ്ങളൊക്കെ വളരെ സജീവമായി ഈ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുന്നു. എന്തായാലും ഇതൊരു നിസ്സാര സംഭവമായി കാണാൻ കഴിയില്ല. വളരെ ഗൗരവമുള്ള വിഷയം, ഒരു ദാരുണമായ സംഭവം തന്നെയാണ്. ഒരിക്കലും നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഉദ്യോഗസ്ഥന് ഇത്തരം ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് പൊതുവായി പറയാൻ കഴിയുന്നത്. മറ്റൊരു പേഷ്യൻ കൂടി നിങ്ങളുടെ ശബ്ദത്തിൽ ചേരുന്നു. തൃശ്ശൂരിൽ നിന്ന് ഇബ്രാഹിം, അനീഷ് ജോർജിൻ്റെ ആ ആത്മഹത്യ അത് നമ്മളെല്ലാം വേദനിപ്പിച്ചൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ചില ഭീഷണികളാണ് ഇതിന് പിന്നിലെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഇവിടെ ഇപ്പോൾ പ്രതിപക്ഷം അടക്കം ഇക്കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. ഇബ്രാഹിം, എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമ്മളിത് ഈ വിഷയത്തെ കാണേണ്ടത് ഇവിടെ ഒരു ഫോക്കസ് ആയിട്ടാണ് ഇപ്പൊ CPM-ഉം സർക്കാരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഫോക്കസ് ഉണ്ടാക്കുന്ന ചില വെല്ലുവിളിയും ഭീഷണികൾക്കും എല്ലാവരും വഴങ്ങേണ്ടി വരും, രക്തസാക്ഷികളാവേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളത്. അപ്പൊ അത് ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ അത് ഇവിടുത്തെ മുഖ്യമന്ത്രി നേതൃത്വത്തിൽ നടക്കുന്ന ഒരു മാഫിയ വിഭാഗമാണ് ഇപ്പോൾ കേരളത്തെ നിയന്ത്രിക്കുന്നത്. അതിന്റെ കീഴിലാണ് എല്ലാം, കുറെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും പത്രക്കാരും ബാക്കി അങ്ങനെ ഒരു ടീമായിട്ടൊരു നെക്സസ് ഇതിന് പിന്നിൽ കളിക്കുന്നത്. ഇപ്പൊ നവീൻ ബാബുവിന്റെ കാര്യം തന്നെ നമുക്ക് നോക്കിയറിയാം. ഒരു ഇത്രയും വലിയൊരു പോസ്റ്റിൽ ഇരുന്ന ഒരാളുടെ അവസ്ഥ തന്നെ ഇപ്പൊ എന്താണ്, ഒരാൾ ചർച്ച ചെയ്യുന്ന പോലുമില്ല. കേരളത്തിന്റെ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട അടിസ്ഥാന പ്രശ്നങ്ങളൊന്നും ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ചില താല്പര്യങ്ങളുള്ള മാധ്യമങ്ങൾ പോലും തന്നെ തയ്യാറാവുന്നില്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ BLOയുടെ ആത്മഹത്യയും CPനെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. കാരണം അവരുടെ നേതൃത്വത്തിലുള്ള നെക്സസ് അതെല്ലാം മാറ്റുകളയും. ഇപ്പോ ഇത്തരത്തിലുള്ള നെറികേടിനെതിരെ സർക്കാർ സ്പോൺസേർഡായി ചെയ്യുന്ന ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനത്തിനെതിരെ അതിശക്തമായി പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിന് എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ചുകൊണ്ട് ഈ സർക്കാർ സ്പോൺസേർഡ് ഇത്തരത്തിലുള്ള ഗുണ്ടാഴ്ച അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, നന്ദി ശ്രീ ഇബ്രാഹിം. ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് അദ്ദേഹം തൃശ്ശൂരിൽ നിന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ശബ്ദത്തിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം അറിയിച്ചത്. തീർച്ചയായും അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു നെക്സസ് പ്രവർത്തിക്കുന്നുണ്ട്. അതില്ലാതാക്കേണ്ടത് വളരെ ഗൗരവമായ വിഷയം തന്നെയാണ്. ഇക്കാര്യം വളരെ നിസ്സാരമായി കാണാവുന്ന ഒരു വിഷയവുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം പൊതുസമൂഹം വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രേക്ഷകരുടെ നമ്മൾ ഇതുവരെ കേട്ട ശബ്ദങ്ങൾ അത് സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിക്കണം എന്ന തരത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ചും ഈ കാര്യത്തിൽ ഈ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തിയ ഇടപെടൽ എത്രത്തോളം ശരിയാണ് എന്നുള്ള ചോദ്യം ഗൗരവമായി ഇരുന്നു. അത് CPM ജയിക്കാൻ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണോ ഈ അനീഷിൻ്റെ മരണമെന്ന ചോദ്യവും വളരെ പൊതുസമൂഹം ഗൗരവത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യപ്പെടുന്നൊരു സാഹചര്യം തന്നെയാണുള്ളത്. എന്തായാലും ഈ അനീഷ് ജോർജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിൽ കാരണക്കാരായ കുറ്റവാളികൾക്കെതിരെ മാതൃകാപരമായ നടപടി വേണ്ടത് അത്യാവശ്യമല്ലേ? കൊല്ലത്ത് നിന്ന് സരിൻ എന്ന പ്രേക്ഷകർ ഈ വിഷയത്തിൽ പ്രതികരിക്കും. സരിൻ, സ്വാഗതം. നിങ്ങളുടെ ശബ്ദത്തിലൂടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കാം. പ്രേക്ഷകർക്ക് കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു വേദിയാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. എന്താണ് ഈ അനീഷ് ജോർജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അത് നമുക്കൊരിക്കലും വളരെ ദുഃഖത്തോടു കൂടി കാണാവുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തെ എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത് ഈ വിഷയത്തിൽ? ഒരു ആത്മഹത്യ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ദുഃഖത്തിൽ തന്നെയാണ് കാണേണ്ടത്. പക്ഷെ അത്തരം സന്ദർഭങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യകതയായി വരുന്നത്. സമ്മർദ്ദങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ ഇപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് ജോലിയായാലും അല്ലാതെ പേഴ്സണൽ ആയാലും മറ്റ് എല്ലാ വിഷയങ്ങളിലും നമുക്ക് സമ്മർദ്ദങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിനെ നമ്മൾ അതിജീവിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇത്തരം സമ്മർദ്ദങ്ങൾ അതിജീവിക്കാൻ കഴിയാതിരിക്കുന്നത് തന്നെ ഒരു ശ്രീ സരിൻ, സമ്മർദ്ദങ്ങളെ തീർച്ചയായും അതിജീവിക്കണം, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിൽ കൂടി ഇത്തരം നിരന്തരം ഭീഷണി ഉണ്ടാകും ഒരു മനുഷ്യനല്ലേ, ആ മനുഷ്യനിൽ കൂടുതൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ ചെയ്തു പോകുന്നതാണ്. ആവാം, പക്ഷെ ഞാൻ പറയുന്നത് അതാണ്, സമ്മർദ്ദങ്ങൾ അതിജീവിക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കണം മനുഷ്യന്. അല്ലെങ്കിൽ നമ്മൾ 1-2 പ്രാവശ്യം ഭീഷണികൾ ഉണ്ടാകുമ്പോൾ അതിന് നമ്മുടെ രാജ്യത്തെ നിയമങ്ങളുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അതിനെ പ്രതിരോധിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു ആത്മഹത്യ എന്ന് പറയുന്നത് അതിനൊരു പരിഹാരമാകുന്നില്ല. ഇവിടെ ഇപ്പോൾ CPM നടത്തിയൊരു ഗൂഢാലോചനയും അതിൻ്റെ ഭീഷണിയുമാണ് ഈ മരണത്തിന് പിന്നിലെന്ന് ചില
അദ്ദേഹത്തിന്റെ ഓഡിയോ സംഭാഷണം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. താങ്കൾ ആ കാര്യത്തെക്കുറിച്ച് എന്ത് പറയുന്നു? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ശരി. നമ്മളിപ്പോൾ ഒരാളെ അധിക്ഷേപിക്കുന്നു അല്ലെങ്കിൽ ആ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കുകയാണ് ചെയ്യേണ്ടത്. വ്യക്തമാണ് സെറിൻ, താങ്കളുടെ നിലപാട് വ്യക്തമാണ്. നന്ദി സെറിൻ. കൊല്ലത്ത് നിന്നാണ് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ഉത്തരവാദി CPM-ഓ എന്നുള്ളൊരു ചോദ്യം, ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് BLO-മാർക്ക് സമ്മർദ്ദമോ എന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട് അനീഷിന്റെ മരണത്തിന് ഉത്തരവാദി ആര് എന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ, ജനങ്ങൾക്ക് പ്രതികരിക്കാം. ജനങ്ങൾ ഈ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനുള്ള ഒരു അവസരമാണ് ജയ്ഹിന്ദ് TV ഒരുക്കിയിരിക്കുന്നത്, നിങ്ങളുടെ ശബ്ദം എന്ന ഈ പരിപാടിയിലൂടെ. പ്രത്യേകിച്ച് ഇവിടെ അനീഷിന്റെ മരണം, അത് ആ മരണവുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് നിന്ന് സെലിൻ ചേരുന്നു. സെലിൻ, സ്വാഗതം. സെലിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ഒരു CPM-ന്റെ അമിത ജോലി ഭാരത്തിനപ്പുറം CPM-ന്റെ ഭീഷണിയാണ് ഈ ആത്മഹത്യക്ക് പിന്നിലെന്ന ആരോപണമാണ്, ആക്ഷേപമാണ് ഉയരുന്നത്. എങ്ങനെ കാണുന്നു? ഈ CPM-ന്റെ ഭീഷണി എന്നത് എനിക്ക് ഒട്ടും തന്നെ മനസ്സിലാകാത്തൊരു കാര്യമാണ്. കാരണം CPM എന്തിനാണ് ഭീഷണിപ്പെടുത്തേണ്ട കാര്യം? അതൊന്നും വിശദീകരിക്കാൻ പറ്റുമോ? CPM-ന് എന്താ ആവശ്യമുണ്ട്? ഇത് CPM-ന്റെ ഉത്തരവാദിത്വമൊന്നുമല്ലല്ലോ SIR ഉണ്ടാക്കുക എന്നത്. ശ്രീ സെലിൻ, CPM-ന്റെ ഉത്തരവാദിത്വം എന്നതിനപ്പുറം അവിടെ ഒരു ഭീഷണി ഉണ്ടായിരിക്കുന്നു. അത് ഓഡിയോ സംഭാഷണത്തിൽ താങ്കൾ നേരത്തെ കേട്ടിരുന്നോ? അദ്ദേഹം തന്നെ അത് പറയുന്നുണ്ട്. കാരണം അവിടെ ഒരു കൂടെ പോകുന്ന BLA ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ വരികയാണ് കാര്യങ്ങൾ. BLO-ന്റെ കൂടെ എന്തിനാ കോൺഗ്രസ് പ്രവർത്തകനെ വിട്ടത്? BLA-യുടെ ആ കോൺഗ്രസ് പ്രവർത്തകൻ BLA ആയ കോൺഗ്രസ് പ്രവർത്തകര് കൂടെ പോയിക്കൂടാന്നുണ്ടോ? കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ കൂടിച്ചേരേണ്ട യാതൊരു ആവശ്യമില്ല. എന്തിനാ CPM-നെ ഉൾപ്പെടുത്തുന്നത്? BLO-ക്ക് സമ്മർദ്ദം ഉണ്ടോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ഈ ഒന്നാമത്തെ കാര്യം, ഈ സെലിൻ, ഈ പലയിടത്ത് വോട്ടർ പട്ടികയിൽ പേരില്ലാതെ വരുന്ന സാഹചര്യം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാകാം, ഇങ്ങനെയുള്ള ഇടപെടൽ കൊണ്ടാകാം അത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞുകൂടെ? ഓക്കെ സെലിൻ, താങ്കളുടെ സംഭാഷണം വ്യക്തമല്ല. നന്ദി സെലിൻ പ്രതികരിച്ചതിന്. സെലിൻ എന്ന പ്രേക്ഷകന്റെ അഭിപ്രായം എന്തുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ CPM-ന്റെ ഭീഷണി ഇല്ല എന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് BLO-മാർക്ക് സമ്മർദ്ദമുണ്ടോ, അതിന് പിന്നിൽ CPM-ന്റെ ഭീഷണി അല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ഉയർത്തുന്നത്. നിങ്ങളുടെ ശബ്ദം, ആ ശബ്ദം പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കാം. ഉത്തരവാദി CPM-ഓ എന്നുള്ളൊരു ചോദ്യം. BLO ആത്മഹത്യ ചെയ്ത സംഭവത്തിലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ണ് തുറക്കേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യം പ്രധാനമായും ഉയരുന്നുണ്ട്. അതായത് അവിടെ കോൺഗ്രസ് BLO-യോടൊപ്പം ചേർന്ന് ലഘുലേഖ വിതരണം ചെയ്തെന്ന കള്ളപ്പരാതി നൽകുമെന്ന് CPM ഭീഷണിപ്പെടുത്തി. ഇക്കാര്യം ആത്മഹത്യ ചെയ്ത അനീഷിൻ്റെ ഫോൺ സംഭാഷണത്തിൽ വ്യക്തമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് ഇവിടെ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് നിന്ന് ബിജു എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. ബിജു, സ്വാഗതം നിങ്ങളുടെ ശബ്ദത്തിലേക്ക്. ബിജു, എങ്ങനെയാണ് ഈ വിഷയത്തെ, അനീഷിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയം, ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിൽ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ വേണ്ടി ഇത്തരം ഭീഷണികളുമായി മുന്നോട്ട് പോകുന്നത് ശരിയാണോ? അങ്ങനെ ഒരു മരണത്തിലേക്ക് നയിക്കുന്നത് ശരിയാണോ? ഹലോ, കേൾക്കുന്നുണ്ടോ? പേരൊന്ന് പറയാമോ? അഞ്ജു, ആലപ്പുഴ. ഓക്കെ, അഞ്ജു, ആലപ്പുഴയിൽ നിന്ന് അഞ്ജു എന്ന പ്രേക്ഷകയാണ് ചേരുന്നത്. അഞ്ജു, പറയൂ. സാർ, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ നമ്മുടെ ഈ ഒരു കേരളത്തിൽ ശരിക്കും എന്താണ് പിണറായി സർക്കാർ മൊത്തം അഴിമതി കൊണ്ട് മൂടി നിൽക്കുന്ന സമയം. ഗുണ്ടകളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അവരങ്ങനെ ഗുണ്ടകളെ കൊണ്ട് ചെയ്യും. ഇത് ഗുണ്ടായുസം നടക്കാത്തടുത്ത് അവര് ഇതുപോലെയുള്ള മാനസിക സമ്മർദ്ദം കൊടുത്തിട്ട് ഉദ്യോഗസ്ഥർക്കെതിരെ പെരുമാറുന്നു. അത് അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പം നിലനിൽക്കുന്നത്. ഇപ്പൊ ഹൈക്കോടതി ഉൾപ്പെടെയുള്ളവര് വിലയിരുത്തി പറയുന്നുണ്ട് ഇവിടെ അഴിമതി നിറഞ്ഞൊരു സർക്കാരാണ് കേരളത്തിലുള്ളത്. ശരിക്കും പറഞ്ഞാല് ഈ കേന്ദ്രത്തിലൊക്കെ മോദിക്ക് കുട പിടിച്ച് അതേപോലെ തന്നെ അതേ ഒരു ഭരണമാണ് ഇപ്പോൾ ഇവിടെ പിണറായി ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്നെന്ന് വേണം പറയാൻ. കാരണം ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരൊക്കെ ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലുള്ള മാനസിക സമ്മർദ്ദമായിരിക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ പ്രേക്ഷകർ പ്രതികരിച്ചാൽ പോരാ, നിങ്ങളെപ്പോലുള്ള മുഖ്യധാര മാധ്യമങ്ങൾ ഇത് പുറത്തു കൊണ്ടുവരണം. നിങ്ങളിത് പിന്തുടർന്ന് ഇത് ഫോളോ അപ്പ് ചെയ്ത് തന്നെ ഈ വാർത്തകൾ എത്തരത്തിലെ സർക്കാരിന് ഇത്തരത്തിൽ അഴിമതിയൊക്കെ മാറ്റി നിർത്താന്നുള്ളത് മാധ്യമങ്ങൾ ഉൾപ്പെടെ മുൻകൈ എടുത്ത് നടത്തണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ശരി,
നന്ദി അഞ്ജു ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. ആലപ്പുഴയിൽ നിന്നാണ് അഞ്ജു എന്ന പ്രേക്ഷക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന കൊള്ളരുതായ്മകൾ, അതിനെതിരെ ശബ്ദമുയർത്തണം. അത് ജനങ്ങൾ അത്തരം ശബ്ദമുയർത്തി തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എന്തായാലും ഈ BLOയുടെ ആത്മഹത്യ അത് നേരത്തെ ബിജു എന്ന പ്രേക്ഷകൻ കോഴിക്കോട് നിന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. ബിജു, സ്വാഗതം. കോഴിക്കോട് നിന്നാണ് ബിജു സംസാരിക്കുന്നത്. ബിജു, ഈ വിഷയത്തിൽ സർക്കാരിനൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട പ്രവർത്തികള് നമ്മൾ സമയാസമയത്തിൽ ചെയ്ത് തീർക്കണം. അത് ഈ സമയബന്ധിതമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. അതിൽ ഒരാള് ഏതെങ്കിലും കാരണവശാൽ മരണപ്പെട്ടതിന്റെ പേരിൽ അതൊരു സർക്കാരിന്റെ മേലോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ കേരള സർക്കാരിന്റെ മേലെ അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ഹലോ, കേൾക്കുന്നുണ്ട്. പക്ഷെ അവിടെ പ്രായോഗികമായിട്ട് ചെയ്യേണ്ട ബിജു, കാര്യം ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ശ്രീ അനീഷിന്റെ ശബ്ദ സംഭാഷണം തന്നെ നമ്മൾ കേട്ടതാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്, ഏത് തരത്തിലുള്ള ഭീഷണി തനിക്ക് ഉണ്ടാകുന്നു എന്നുള്ളത്. ഒരു ഭീഷണി നിരന്തരം ഉണ്ടാകുമ്പോൾ ആ മാനസിക സമ്മർദ്ദത്തിൽപ്പെട്ട് ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകാം. അതിന് ഇങ്ങനെ വഴിയൊരുക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ പറയാം, കാരണം അങ്ങനെ ഒരു ഭീഷണി കാര്യങ്ങൾ വെച്ചാൽ അത് സർക്കാരിന്റെ ഒരു വീഴ്ചയായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. പക്ഷെ അത് ഈ സർക്കാരിനും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുണ്ട്. ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് അല്ല ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, ശരി, നന്ദി. കേൾക്കുന്നുണ്ട്. നന്ദി ശ്രീ ബിജു ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഒരിക്കലും ഇത്തരം ആത്മഹത്യകൾ ഒന്നിനും പരിഹാരമല്ല. പക്ഷേ നിരന്തരം ഭീഷണികൾ ഉണ്ടായാൽ ഒരു മനുഷ്യൻ എത്രത്തോളം മുന്നോട്ട് പോകും, എത്രത്തോളം ഇതൊക്കെ താങ്ങാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം തന്നെ ഉയർന്നു നിൽക്കുന്നു. ജയിക്കാൻ നടത്തിയ ഗൂഢാലോചന അല്ലെങ്കിൽ ജയിക്കാൻ വേണ്ടി നടത്തുന്ന ഭീഷണികൾ, അത് CPMന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളൊരു ആക്ഷേപം നിരന്തരം ഉയർന്നു വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അതൊക്കെ ആ ഓഡിയോ സംഭാഷണത്തിൽ അദ്ദേഹം തന്നെ പറയുന്ന, അനീഷ് തന്നെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അല്പം മുമ്പ് കേട്ടതാണ്. അതൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായും ഉയരുന്ന ചോദ്യം, ആ സ്ഥലം നമുക്കറിയാവുന്നതാണ്. ഈ സംഭവം ഉണ്ടായ സ്ഥലം പോലും അവിടെ ഏത് പാർട്ടിക്കാണ് ആധിപത്യം എന്നുള്ളതും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇത്തരം ഭീഷണിയുമായി ചെന്നാൽ തീർച്ചയായും അത് സമ്മർദ്ദത്തിന് അടിപ്പെടും, ഇത്തരം സംഭവങ്ങളിലേക്ക് പോകുമെന്ന വിലയിരുത്തലും വരുന്നുണ്ട്. എന്തായാലും ഈ രാഷ്ട്രീയ പക്ഷപാത സമ്മർദ്ദം അത് പല ഭാഗത്തു നിന്നും BLOമാർ നേരിടേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ്. സമ്മർദ്ദം ഇപ്പോൾ ഒരുപക്ഷേ ഈ BLOമാർ ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്തു വരികയാണ്. വളരെ സന്തോഷത്തോടു കൂടി വീടുകൾ കയറി ഇറങ്ങി കാര്യങ്ങൾ ചെയ്യുന്ന കാഴ്ച നമ്മൾ നേരിട്ട് കാണുന്നൊരു സാഹചര്യമുണ്ട്. എത്രത്തോളം പേർ ഇത്തരം സമ്മർദ്ദത്തിന് അടിപ്പെടുന്നു എന്നുള്ള ചോദ്യവും വളരെ പ്രസക്തമാണ്. പക്ഷേ അവരെ സമ്മർദ്ദത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടതെന്ന പ്രതികരണവും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഒരു ദുരുദ്ദേശത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയവും വ്യാപകമായി ഉയരുന്നുണ്ട്. ഇവിടെ ജോലി സമ്മർദ്ദം, തീർച്ചയായും ഏത് ജോലിക്കും സമ്മർദ്ദങ്ങളുണ്ട്. ആ ജോലി ചെയ്യുന്നതിനിടയിൽ മറ്റ് സമ്മർദ്ദങ്ങൾ കൂടി അടിച്ചേൽപ്പിക്കുമ്പോഴാണ് ഒരുപക്ഷെ ഇത്തരം സംഭവങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ വസ്തുനിഷ്ഠമായ അന്വേഷണം ആവശ്യമല്ലേ എന്നുള്ളൊരു ചോദ്യവും ഗൗരവമായി ഉയരുകയാണ്. എന്തായാലും ഇക്കാര്യത്തിലുള്ള ചോദ്യങ്ങൾ, നിങ്ങളുടെ ശബ്ദത്തിലൂടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ, BLOമാർക്ക് സമ്മർദ്ദമുണ്ടോ? അനീഷിൻ്റെ മരണത്തിന് ഉത്തരവാദി ആരാണ്? BLOയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് CPMന്റെ ഇടപെടൽ അത്തരമൊരു ആത്മഹത്യയിലേക്ക് നയിച്ചോ? ഉത്തരവാദി CPMO എന്നുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായും ഉയരുന്നത്. പ്രേക്ഷകർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ വിളിക്കേണ്ട നമ്പർ സ്ക്രീനിൽ ഉണ്ട്. നിങ്ങളുടെ ശബ്ദം എന്ന ആ പരിപാടിയിലേക്ക് പ്രേക്ഷകർക്ക് പ്രതികരിക്കാം. 04712301-770 എന്ന നമ്പറിലേക്ക് പ്രേക്ഷകർക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. തീർച്ചയായും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു വേദിയാണ് നിങ്ങളുടെ ശബ്ദം. നിങ്ങളുടെ ശബ്ദത്തിലൂടെ
പ്രതികരണങ്ങൾ പങ്കുവെക്കാം. പ്രധാനമായ ഒരു വിഷയമാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ ശബ്ദത്തിലൂടെ അനീഷിൻ്റെ മരണം, ആ മരണത്തിന് ഉത്തരവാദി ആര് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമായി തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. ആ BLOയുടെ ആത്മഹത്യയ്ക്ക് പിന്നിലുള്ള കാരണങ്ങൾ തീർച്ചയായും, അതായത് അതിന് പിന്നിലുള്ള കാരണങ്ങൾ കണ്ടെത്തേണ്ടത് അത്യാവശ്യം തന്നെയല്ലേ? ആ BLOമാർക്ക് സമ്മർദ്ദമുണ്ടോ എന്നുള്ളൊരു ചോദ്യവും വളരെ പ്രധാനപ്പെട്ട കാര്യമായി നിൽക്കുന്നു. സംഭവത്തിൽ വസ്തുനിഷ്ഠമായ അന്വേഷണം വേണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ അനീഷിനെ CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി എന്നുള്ള ഗൗരവമായ ആക്ഷേപം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. CPM പ്രവർത്തകരുടെ ഈ ഭീഷണിക്ക് ഇപ്പോൾ മറ്റൊരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേരുകയാണ്. കൊല്ലത്ത് നിന്ന് ഗിരീഷ് എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. ഗിരീഷ്, സ്വാഗതം. നിങ്ങളുടെ ശബ്ദം, ആ ശബ്ദത്തിലൂടെ ഇന്ന് നമ്മൾ ഉന്നയിക്കുന്ന വിഷയം, പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കുന്ന വിഷയം, ഈ അനീഷിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് BLOമാർക്ക് സമ്മർദ്ദമുണ്ടോ, അതോ ഈ CPMൻ്റെ ഈ ഇടപെടലും ഭീഷണിയുമല്ലേ ഇത്തരമൊരു ആത്മഹത്യയിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്? ഗിരീഷ് ടെലിഫോൺ ലൈനിലുണ്ടോ? ഗിരീഷ് എന്ന പ്രേക്ഷകൻ, ഗിരീഷ് ടെലിഫോൺ ലൈനിലുണ്ടോ? ഹലോ ഗിരീഷ്, കേൾക്കാമെങ്കിൽ ഈ BLOയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞ കാര്യങ്ങളാണ്. ഇവിടെ ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയപരമായ ഇടപെടൽ അവിടെ ഉണ്ടായിരിക്കുന്നു, ഭീഷണി ഉണ്ടായിരിക്കുന്നു. ആ ഭീഷണി, നിരന്തരം ഭീഷണികൾക്ക് ഉയർന്നപ്പോൾ അദ്ദേഹം സമ്മർദ്ദത്തിൽ അടിപ്പെട്ടു, അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോയി. ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ നടക്കുന്നത് ശരിയാണോ? ഇത്തരം CPMൻ്റെ ഭീഷണികൾ ഈ ഒരു മരണത്തിലേക്ക് കൊണ്ട് നയിക്കുന്ന സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത്? ഒന്ന്, ഇവർക്ക് ആവശ്യത്തിന് സാവകാശം കൊടുത്തോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹലോ, കേൾക്കുന്നുണ്ട് ഗിരീഷ്, പറയൂ. കേൾക്കുന്നുണ്ട്, താങ്കളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അതായത് ഇവർക്ക് ആവശ്യത്തിനുള്ള സാവകാശം കൊടുക്കാതെ പെട്ടെന്ന് ഈ ലിസ്റ്റ് അങ്ങ് കൊടുത്തിട്ട് ഇത് കറക്റ്റ് ചെയ്ത് തരാൻ പറയുകയാണെന്ന് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് ഈ ജോലി സമ്മർദ്ദവും പിന്നെ ഈ രാഷ്ട്രീയപരമായ ഇടപെടലുകളും ഒക്കെ ഉണ്ടായേക്കാം. അപ്പൊ അത് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് താങ്ങാൻ പറ്റാതെ വന്ന് അതുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു സാഹചര്യം നമുക്ക് ഉണ്ടായത്. ഇവിടെ ഇപ്പോൾ ഗിരീഷ്, അദ്ദേഹത്തിൻ്റെ ശബ്ദ സംഭാഷണം തന്നെ വ്യക്തമാണ്. എനിക്ക് ഏത് തരത്തിലാണ് ഭീഷണി ഉണ്ടായിരിക്കുന്നതെന്ന്. ഒരു CPM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രവർത്തനത്തിൽ നിന്ന്, ഒരാളിൽ നിന്നുണ്ടായിരിക്കുന്ന ഭീഷണിയെക്കുറിച്ച് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ അത്തരം ഭീഷണികൾ ശരിയാണോ? ആവാം. കാര്യം നമ്മൾ അതുപോലെയുള്ള വാർത്തകൾ നിരന്തരം കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അതിനുള്ള സാഹചര്യം ഉണ്ട് എന്ന വിലയിരുത്തൽ തന്നെയാണ് താങ്കൾ നടത്തുന്നത്? അതെ അതെ അതെ. അപ്പോൾ ഇങ്ങനെയുള്ള ഇടപെടലുകൾ ഭൂഷണമാണോ? ഒരു രാഷ്ട്രീയ പാർട്ടി സ്വന്തം വോട്ട് നേട്ടത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്? ഒരു സ്വതന്ത്ര രാഷ്ട്രീയത്തില് ജനങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇല്ലേ? അപ്പൊ അങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തുന്ന ഒരു ഏകാധിപത്യ സ്വഭാവത്തിലോട്ട് പോവല്ലേ? അത് നല്ലതല്ല ആ പ്രവണത എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശരി, ഓക്കെ, നന്ദി ഗിരീഷ്. കൊല്ലത്ത് നിന്ന് ഗിരീഷ് എന്ന പ്രേക്ഷകനാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. എന്തായാലും അമിത ജോലിഭാരത്തിനപ്പുറം CPMൻ്റെ ഭീഷണിയാണ് ഇത്തരം സംഭവങ്ങൾക്ക് കാരണമായി മാറുന്നത് എന്ന അഭിപ്രായവും പ്രേക്ഷകർ പങ്കുവെക്കുന്നു. ഇവിടെ ഈ ഇത്രയും പെട്ടെന്ന് ഇത് കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ച ഒരു സാഹചര്യത്തെക്കുറിച്ചും വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമാന്തരമായി SIR നടത്തുന്നത് ദുരുദ്ദേശത്തോടെയാണ് എന്നുള്ള ആക്ഷേപം ഉയരുന്നുണ്ട്. രാഷ്ട്രീയ പക്ഷപാത സമ്മർദ്ദമുണ്ട് എന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. എന്തായാലും കാരണക്കാരായ ഈ ആത്മഹത്യയ്ക്ക് പിന്നിൽ കാരണക്കാരായി മാറിയവർക്കെതിരെ കൃത്യമായ നടപടി വേണം എന്ന ആവശ്യവും പ്രേക്ഷകർ മുന്നോട്ട് വയ്ക്കുന്നു. മറ്റൊരു പ്രേക്ഷകൻ കൂടി കൊല്ലത്ത് നിന്ന് ചേരുന്നു, സൈഫുദ്ദീൻ. സൈഫുദ്ദീൻ, സ്വാഗതം. ഈ ചോദ്യത്തോട്, നമ്മൾ ഉയർത്തുന്ന ചോദ്യത്തോട് താങ്കളുടെ പ്രതികരണം വേഗം. ഹലോ, കേൾക്കാം, പറയൂ. കേൾക്കാം. ഇപ്പോഴത്തെ ഈ ചർച്ചയിൽ നടക്കുന്ന ഈ ഇതിനകത്ത്
ഒരു BLO ആത്മഹത്യ ചെയ്ത കേസിന്റെ ആണ് ഈ ചർച്ച നടക്കുന്നത്. അതെ. ഈ ചാനല് ജയ്ഹിന്ദ് ചാനലാണ്, ഇത് കോൺഗ്രസിന്റെ ചാനലാണ്. മരിക്കുന്നവർ മൊത്തം അഴിമതി അക്രമവും കാണിച്ചിട്ട് CPM-കാരൻ മാത്രം ഈ കൊല്ലത്ത് നിന്ന് ഈ ചർച്ചയിൽ കൊണ്ടുവന്നത് നിങ്ങൾ വിളിക്കുന്നത് മൊത്തം കോൺഗ്രസ്സുകാരുടെ ഇതാണ് വിളിക്കുന്നത്. അത് താങ്കളുടെ തെറ്റായ ധാരണയാണ്. ഇവിടെ വിളിച്ച് സംസാരിച്ച നിരവധി പേരുണ്ട്. അതായത് കോൺഗ്രസ് BLAയോടൊപ്പം ചേർന്ന് ലഘുലേഖ വിതരണം ചെയ്തെന്ന കള്ളപ്പരാതി നൽകുമെന്ന് CPM പറഞ്ഞപ്പോൾ അത് ഗൗരവമുള്ള വിഷയമല്ലേ ശ്രീ സൈഫുദ്ദീൻ? ഗൗരവമുള്ള വിഷയമാണ്. ഓക്കെ, ഗൗരവമുള്ള വിഷയമാണ്. അത് CPM-കാരെ മാത്രം വഴിച്ച് ഈ ഇലക്ഷൻ സമയത്ത് ഇവിടെ ഈ BLO അഴിമതി ചെയ്തു എന്നാണോ താങ്കൾ പറയുന്നത്? പിന്നെ കോൺഗ്രസ്സുകാർ കാണിക്കുന്നുണ്ട്, BJP-ക്കാർ കാണിക്കുന്നുണ്ട്, ബാക്കിയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കാണിക്കുന്നുണ്ട് അഴിമതി. അപ്പൊ ഇവിടെ ഈ കള്ളപ്രചരണം നടത്തി അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കിയ CPM-കാരുടെ ആ ഒരു നിലപാട് ഒട്ടും അതിനെ അനുകൂലിക്കുകയാണോ താങ്കൾ? ചെയ്യുന്നതാണോ ഇത്? ഈ ചാനൽ ഇത് കറക്റ്റായിട്ട് എന്റെ സംഭാഷണം വരണം. കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ലൈവായിട്ടുള്ള പരിപാടിയാണ്. താങ്കളുടെ സംഭാഷണം കൃത്യമായി തന്നെ പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കും. ഇത് വരെന്ന് പറഞ്ഞ് ഞാൻ സൈഫുദ്ദീൻ കൊല്ലം. തീർച്ചയായും സൈഫുദ്ദീൻ കൃത്യമായി ഇത് എന്ന് മാത്രമല്ല, ഈ ചർച്ചയിൽ പങ്കെടുപ്പിക്കുന്നത് കോൺഗ്രസ്സുകാരെ മാത്രം വിളിച്ചിരുത്തി ഉള്ള അവരുടെ ഇത് മാത്രമാണ് ഈ വിളിക്കുന്നത്. അല്ല, ഇപ്പോൾ സൈഫുദ്ദീൻ പറയുന്നത് പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ്സുകാർ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും സാധാരണക്കാരായ ജനങ്ങൾ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊത്തം ഒരു BLO ആത്മഹത്യ ചെയ്തു. ഇപ്പൊ സാധാരണക്കാരനായാലും BLO ആയാലും ഏത് മനുഷ്യരായാലും. ശരി, നന്ദി സൈഫുദ്ദീൻ. സൈഫുദ്ദീൻ്റെ അഭിപ്രായം തീർച്ചയായും പ്രേക്ഷകർ കേട്ടിട്ടുണ്ട്, താങ്കളുടെ നിലപാടും കേട്ടിട്ടുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർ പ്രതികരിച്ചതാണ് നമ്മൾ കേട്ടത്. നിങ്ങളുടെ ശബ്ദം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും നാളെ ഇതേ സമയം 8 മണിക്ക് ജയ്ഹിന്ദ് TV പ്രേക്ഷകരുടെ മുന്നിലെത്തും. തീർച്ചയായും ആ വിഷയത്തിൽ പ്രേക്ഷകർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കണം. നിങ്ങളുടെ വേദിയാണ്, ജനങ്ങളുടെ വേദിയാണ്. നിങ്ങളുടെ ശബ്ദം ഇവിടെ പൂർണ്ണമാകുന്നു. ജയ് ഹിന്ദ്.